ആവേശകരമായ T20 വേൾഡ് കപ്പ് 2024 ചാമ്പ്യന്മാരായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. അവസാനം വരെ നീണ്ടുനിന്ന ത്രില്ലർ പോരാട്ടത്തിൽ 7 റൺസിന്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ നേടിയത് 176 റൺസ്. ഇന്ത്യക്ക് വേണ്ടി ബാറ്റിംഗിൽ 76 റൺസുമായി അർദ്ധശതകം കുറിച്ച് വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ 47 റൺസുമായി അക്സർ പട്ടേലും 27 റൺസ് എടുത്ത് ശിവൻ ദുബെയും തിളങ്ങി. 177 റൺസിന്റെ വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ 2 വിക്കറ്റുകൾ പവർ പ്ലേയിൽ വേഗത്തിൽ നഷ്ടപ്പെട്ടു. എന്നാൽ മറുവശത്ത് സ്റ്റെബ്സും ഡീകോക്കും നിലയുറപ്പിച്ച് കളി തുടങ്ങി. 9ാം ഓവറിലെ 5ാം ബോളിൽ സ്റ്റെബ്സ് പുറത്താകുമ്പോൾ ടീമിന് 70 റൺസ് ടോട്ടൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ വിക്കറ്റ് നഷ്ടപ്പെട്ടതിൽ സന്തോഷിച്ച ഇന്ത്യക്ക് തിരിച്ചടിയാണ് ഉണ്ടായത്. ക്ലാസൻ ഗ്രീസിലേക്ക് എത്തി അടി തുടങ്ങി. ക്ലാസൻ 27 പന്തിൽ 55 റൺസുമായി സൗത്ത് ആഫ്രിക്കയെ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് കരുതിയിരിക്കുകയാണ് 17ാം ഓവറിലെ ആദ്യ ബോളിൽ തന്നെ ഹർദിക് പാണ്ഡ്യ ക്ലാസന്റെ വിക്കറ്റ് നേടുന്നത്. അപ്പോഴും ഇന്ത്യൻ ടീമിന് സന്തോഷിക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം 151ലേക്ക് അദ്ദേഹം ടീം ടോട്ടൽ എത്തിച്ചിരുന്നു. സൗത്ത് ആഫ്രിക്കക്ക് വിജയിക്കാൻ വേണ്ടത് ശേഷിക്കുന്ന 23ൽ 26 റൺസ് മാത്രം. 17ാം ഓവറിലെ ശേഷിക്കുന്ന 5 ബോളിൽ പാണ്ഡ്യ നൽകിയത് 4 റൺസ്. പിന്നീട് 18 ബോളിൽ വേണ്ടത് 22 റൺസ്. 18ാം ഓവർ എറിയാൻ നായകൻ രോഹിത് ശർമ്മ ജസ്പ്രീത് ബുംറയെ ഏൽപ്പിക്കുന്നു. ജസ്പ്രീത് ബുംറ ആ ഓവറിൽ യാൻസന്റെ കുറ്റി തെറിപ്പിക്കുക മാത്രമല്ല വെറും 2 റൺസ് മാത്രമേ വഴങ്ങിയുള്ളൂ. ക്ലാസിന് ശേഷം വന്ന യാൻസനെ ബുംറ മടക്കിയതോടെ പിന്നീട് അപകടകാരിയായി ഉണ്ടായിരുന്നത് മില്ലർ ആയിരുന്നു. 19ാം ഓവർ അർഷദീപ് സിംഗിനെ രോഹിത് ശർമ്മ ഏൽപ്പിച്ചു. ആ ഓവറിൽ 4 റൺസ് മാത്രമേ താരം വഴങ്ങിയുള്ളൂ. അങ്ങനെ നിർണായകമായ അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ടത് സൗത്ത് ആഫ്രിക്കക്ക് 18 റൺസ്. ക്രീസിൽ ബാറ്റ് ചെയ്യാൻ അപകടകാരിയായ മില്ലർ, ബോൾ ചെയ്യാൻ ഹർദിക് പാണ്ഡ്യയും. ആദ്യ ബോളിൽ തന്നെ കൂറ്റനടിക്ക് മില്ലർ ശ്രമിച്ചു. അത് ഗംഭീരമായി ബൗണ്ടറി ലൈനിൽ വെച്ച് സൂര്യകുമാർ പിടികൂടുകയും ചെയ്തു. ആ നിമിഷമാണ് കളി ഇന്ത്യയിലേക്ക് തിരിഞ്ഞതെന്ന് പറയാം. പക്ഷെ അപ്പോഴും ജയം ഉറപ്പിക്കാനായിട്ടില്ലായിരുന്നു. അങ്ങനെ 2ാം ബോളിൽ റബാഡ വന്ന് 4 അടിക്കുന്നു. വീണ്ടും ഇന്ത്യക്ക് സമ്മർദ്ദം. എന്നാൽ 3ാം ബോളിൽ ബൈയിൽ 1 റണ്ണും അതുപോലെ 4ാം ബോളിൽ ലെഗ് ബൈയിൽ 1 റണ്ണും സൗത്ത് ആഫ്രിക്കക്ക് ലഭിക്കുന്നു. അങ്ങനെ അവസാനത്തെ 2 ബോളിൽ സൗത്ത് ആഫ്രിക്കക്ക് വേണ്ടത് 10 റൺസ്. പിന്നീട് ഒരു വൈഡ് എറിഞ്ഞ് പാണ്ഡ്യ എല്ലാവരെയും ഭയപ്പെടുത്തിയെങ്കിലും 5ാമത്തെ ബോളിൽ പ്രബാഡയെ കയറ്റുന്നു. ഇന്ത്യ വിജയം ഉറപ്പിച്ച നിമിഷം. അങ്ങനെ അവസാനത്തെ ബോളിൽ 1 റൺസും വിട്ടുകൊടുത്ത് ഇന്ത്യ 2024 T20 വേൾഡ് കപ്പിലെ ചാമ്പ്യന്മാരായി. 2007 പ്രഥമ T20 വേൾഡ് കപ്പിന് ശേഷം ഇന്ത്യ നേടുന്ന 2ാമത്തെ കിരീടം. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇന്ത്യ മറ്റൊരു കിരീടം ചൂടിയിരിക്കുകയാണ്.